ഹൈ ഓൾ വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലേ, വീണ്ടും നോട്ടിഫിക്കേഷൻസ് വരാതിരിക്കാം. അപ്പൊ നോട്ടിഫിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള രീതിയിൽ. അപ്പൊ ഒബ്വിയസ്ലി അവിടെ എന്താ കൂടുതൽ നോട്ടിഫിക്കേഷൻസ് ഇറക്കാൻ വേണ്ടിയിട്ട്, പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മീഷൻ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നില്ലായിരുന്നു നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് അവിടെ ബിടെക്കാർക്ക് എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൃത്യമായിട്ട് അവിടെ നോക്കാം. ഓക്കെ, അപ്പം ഇതിൽ മെയിൻ ആയിട്ട് ഓക്കെ വൺ ബൈ വൺ ആയിട്ട് നമുക്കവിടെ നോക്കാം. ഇതിലിപ്പം കേരള വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്ററിന്റെ കാര്യം അവരവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് രണ്ട് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. തസ്തിക മാറ്റം മുഖേന, പിന്നെ കേരള വാട്ടർ അതോറിറ്റിയിൽ ലോവർ കാറ്റഗറിയിലുള്ള ജീവനക്കാരിൽ നിന്നുള്ള നേരിട്ടുള്ള നിയമനം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിലൊന്ന് ഒരു കൺഫർമേഷൻ അവിടെ കിട്ടാനുണ്ട്. ഒരു ക്ലാരിറ്റി കുറവുള്ള പോലെ ഫീലിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അവിടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ നമുക്കത് അവിടെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഒബ്വിയസ്ലി അവിടെ വേക്കൻസീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റാങ്ക് ലിസ്റ്റ് വാലിഡേറ്റഡ് ഫെബ്രുവരിയിൽ കഴിയുന്നുണ്ട്. അപ്പോ ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അവിടെ ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പർ, ഓയിൽ പാം ഇന്ത്യയിൽ ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പർ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കലിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇലക്ട്രിക്കൽ അലൈഡ് കമ്പനിയിൽ. പിന്നെ ഇവിടെ പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എന്നുള്ള രീതിയിൽ അവരവിടെ പറയുന്നുണ്ട്. പക്ഷെ സിവിൽ ഓൾറെഡി അവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് PWD-യുടെ എക്സാം ഫെബ്രുവരിയിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം ഓൾറെഡി കുറെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൂടി ഒരുമിച്ച് പബ്ലിഷ് ചെയ്യാണ് ചെയ്തേക്കുന്നത്. അതിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എല്ലാവരും ഇപ്പൊ നമുക്കവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഒബ്വിയസ്ലി നമ്മുടെ ഇലക്ട്രിക്കലിന്റെ കേസിൽ അവിടെ റാങ്ക് ലിസ്റ്റ് അവിടെ അടുത്ത സെപ്റ്റംബറിൽ കഴിയും. അപ്പോൾ അവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ അവിടെ സിവിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിവിൽ എന്തായാലും ആയിരിക്കില്ല, അല്ലെങ്കിൽ പിന്നെ സിവിലിന്റെ തന്നെ എന്ത് ബൈ ട്രാൻസ്ഫർ ആവാനാണ് സാധ്യത. ഓക്കെ, ബൈ ട്രാൻസ്ഫർ PWD-യിൽ ബൈ ട്രാൻസ്ഫർ സിവിൽ വഴി വിളിക്കാം. പക്ഷെ അത് സ്പെസിഫൈഡ് അല്ല. ഓക്കെ, അപ്പൊ അതൊന്ന് അവിടെ കൺഫർമേഷൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് അവിടെ നോട്ടിഫിക്കേഷൻസ് വരണം. അപ്പൊ പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ, അവിടെ സിവിലിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. എക്സാം ഡേറ്റ് ഈ ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അല്ല. പിന്നെ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നില്ല, നമുക്ക് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഇലക്ട്രിക്കൽ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, പിന്നെ അവിടെ അപ്പം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ ഒന്നുമില്ല. സ്റ്റേറ്റ് വൈഡ് ഇല്ല. ജില്ലാ തലത്തിലാണെന്നുണ്ടെങ്കിൽ തൃശൂർ ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഇലക്ട്രിസിറ്റി വിംഗ് ഓഫ് തൃശൂർ സബ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. ഓക്കെ, ഇത് കുറെ കാലം മുന്നേ വിളിച്ചതാണ്. ഓക്കെ, എനിക്കൊന്ന് ആ ഒരു സമയത്ത് KCB ആയിട്ട് ക്ലബ് ആയിട്ട് ആ നോട്ടിഫിക്കേഷൻ ഇറക്കിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം തൃശൂർ ജില്ലയിൽ നമ്മൾ ആകെ ഉള്ള ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പിലുള്ള ഇതാണ് എന്ത് തൃശൂർ കോർപ്പറേഷൻ. അപ്പൊ അവിടെയുള്ള ഇലക്ട്രിസിറ്റി വിങ്ങിലാണ് സബ് എഞ്ചിനീയർ. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ട്രിസിറ്റി വർക്കർ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എറണാകുളം കോഴിക്കോട് ജില്ല അച്ചടി വകുപ്പ് ഇലക്ട്രീഷ്യൻ ഗ്രേഡ് 2. ഓക്കെ, പിന്നെ നമ്മുടെ വിവിധ ജില്ലകളിൽ പൊതുമരാമത്ത് വകുപ്പിൽ ഇലക്ട്രിക്കൽ വിങ്ങിൽ ലൈൻമാൻ ഓൾറെഡി കുറെ ജില്ലകളിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. മേ ബി അവിടെ ഇനിയും ജില്ലകൾ ഉണ്ടാവാം. അപ്പൊ അവിടെ ത്തേക്കുള്ള എന്താ ഇലക്ട്രിക്കൽ വിങ്ങിലേക്കുള്ള ലൈൻമാൻ നോട്ടിഫിക്കേഷനും ആണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ ഇപ്പൊ ഇത്രയും മെയിൻ ആയിട്ട് ഇത്രയാണ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. ബാക്കി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ ഒന്നുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വന്നിട്ട് തരാം. അവിടെ PWD-യുടെ കേസിൽ അവിടെ ഇലക്ട്രിക്കൽ ആവാം മേ ബി. പക്ഷെ അവിടെ സിവിൽ എന്ന് പറഞ്ഞുകൊണ്ട് സിവിലിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഓൾറെഡി അവിടെ വിളിച്ചു കഴിഞ്ഞു. അപ്പൊ സിവിൽ ആവാനുള്ള സാധ്യതയില്ല. ഒന്നുകിൽ മേ ബി ബൈ ട്രാൻസ്ഫർ ആവാം. ഓക്കെ, അപ്പൊ അത് ക്ലാരിറ്റി കുറവുണ്ടാവും. ഇപ്പോൾ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ സബ് എഞ്ചിനീയർ. ഓക്കെ, അതായത് തൃശ്ശൂർ കോർപ്പറേഷനിൽ സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ലൈൻമാൻ പോസ്റ്റുകൾ, ഇലക്ട്രീഷ്യൻ ഗ്രേഡ് 2 പോസ്റ്റുകളിലേക്ക് ആയിരിക്കും നോട്ടിഫിക്കേഷൻ ഇറക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.